ചിന്തിക്കടക്കാരനോട് ഏറ്റുമുട്ടിയത്, പടക്കം പൊട്ടിച്ചപ്പോൾ ആളുകൾ ഓടിയത്, ആന വിരണ്ടപ്പോൾ തമ്മിൽ ഏറ്റുമുട്ടിയത്, അതല്ല സാമൂഹ്യ വിരുദ്ധർ തമ്മിലടിച്ചത്, സ്ത്രീപീഡനം നടന്നതിൻ്റെ അങ്ങനെ നിരവധി കേസുകളും വ്യവഹാരങ്ങളും കൊണ്ട് മതമണ്ഡലം മലീമസമായപ്പോൾ ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ പൂർവികർ കൂടുന്ന കൺവെൻഷൻ വളരെ പരിതാപകരമായിരുന്നു. അന്നത്തെ നോട്ടീസുകൾ ചിലതൊക്കെ ഫേസ്ബുക്കിൽ കറങ്ങുന്നുണ്ട്. നോട്ടീസുകളുടെ താഴെ എഴുതും മൈക്കുണ്ടായിരിക്കുന്നതാണ്. കാരണം ഇത് കാണാനും കേൾക്കാനും ഒക്കെ ആൾ വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കീറിപ്പോകാത്ത സുദൃഢമായൊരു വല കൊണ്ട 100 കൊല്ലങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിൽ അധ്വാനിച്ചതെങ്കിൽ മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്. 100 കൊല്ലം ഞങ്ങൾ ഈ രാജ്യത്ത് കൺവെൻഷൻ നടത്തി, യോഗം നടത്തി. ഒറ്റ ചോദ്യം ഭരണകൂടത്തോട് ചോദിക്കുക, 100 കൊല്ലത്തെ ഞങ്ങളുടെ യോഗസ്ഥലത്ത് നിന്ന് ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? 100 കൊല്ലത്തെ ചരിത്രത്തിൽ. നമ്മൾ വഴിയോരത്തിറങ്ങി നിന്ന് പിരിക്കല്ല, വണ്ടി പിരിക്കല്ല, വണ്ടിക്കാരനെ തടഞ്ഞിട്ടേ കൺവെൻഷൻ ഉണ്ട് താ പിരിക്കല്ല, തരാത്തവൻ്റെ പുറകെ നടന്ന് വണ്ടി തടയല്ല. സ്നാപകൻ ഇത്ര തേജോമയനെങ്കിൽ, സ്നാപകൻ വിശുദ്ധിയുടെ ഒരു മൂർധന്യ ഭാവമെങ്കിൽ, കൈക്കൂലി വാങ്ങിയോ പണം വാങ്ങിയോ വഴിപാട് പോലും വാങ്ങി ഏതെങ്കിലും തരത്തിൽ അനർഹമായ പണം വാങ്ങാതെ ജീവിത തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്കിൽ, സ്നാപകൻ അവതരിപ്പിച്ച പിന്നാലെ വരുന്ന ബലവാൻ, ശക്തൻ, കുഞ്ഞിഞ്ഞു ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലാത്ത, താരതമ്യമില്ലാത്ത ക്രിസ്തു ഇതിലും എത്ര വലിയവനെന്ന് പ്രതീക്ഷിച്ചിരിക്കേ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ടൊരാളെ മഹാഭാവിയായ സക്കായിയുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മഹാഭാവിയായ മത്തായിയുടെ തോളിൽ കൈയിട്ടു. നാട്ടിലാർക്കും വേണ്ടാത്ത പത്രോസിനെ കൂടെ കൂട്ടി. സമൂഹം പുച്ഛിച്ചു തള്ളിയ മഗ്ദലന മറിയെ കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞു വന്നാട്ടെ. എല്ലാവരും അമ്പരന്ന് പോയി. ഇതെന്തൊരു ജീവിതമാണ്! ഞങ്ങൾ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തതേ കാട് കയറുന്നതാണെന്നാ ഞങ്ങൾ ഓർത്തതേ. മറ്റു മനുഷ്യരെ കാണുമ്പോൾ ഞാനെന്തോ ശ്രേഷ്ഠനെന്ന് പറഞ്ഞ് മാറിപ്പോയി അവർക്ക് കൈ കൊടുക്കാതൊക്കെ അകലുന്നതാണെന്നാ ആളുകൾ ധരിച്ചപ്പോൾ, സക്കായി എന്ന മനുഷ്യൻ ചുങ്കം പിരിച്ചുണ്ടാക്കിയ അഴിമതിപ്പണത്തിൻ്റെ ആ വിലയെടുത്ത് വാങ്ങിയ മാവ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി മടി കൂടാതെ ഭക്ഷിക്കുന്ന യേശു. വിശുദ്ധി പോകൂലേ? കള്ളപ്പണം കൊണ്ട് ഗോപുരം തീർക്കുന്ന ചങ്കക്കാരൻ്റെ കൂടെ നടക്കുന്ന യേശു. തന്നല്ല ഇവർ വന്ന് വഴക്ക് പറയുന്ന പോലുമില്ല. മത്തായി, നീ ചുങ്കം പണി നിർത്തണം പറഞ്ഞില്ല. സക്കായി ഇത് നിർത്തണമെന്ന് പറഞ്ഞില്ല. മാന്യമായി ജീവിച്ചു വന്ന പത്രോസിനോട് പറയുക, നീ അത് നിർത്തണം, വലയും പടകും കളഞ്ഞു വരാൻ. കണ്ടോ, ബ്ലേഡുകാരനേക്കാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മത്തായിയോട്, ചുങ്കം ഭരിക്കുന്ന ആളിനോട് ഇതോട്ട് പറഞ്ഞില്ല. കണ്ടോ നമ്മൾ ഉപദേശിമാരും യേശുവും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ പാപത്തെ സഹിക്കുകയാണോ യേശു? അല്ലല്ല. യേശുവിനെ ഇഹലോക ജീവിതത്തിൽ ചുരുക്കം ചിലരോട് നല്ല കട്ടിക്ക് വിമർശനം നടത്തിയിട്ടുണ്ട്. ഒന്നാം ശാസ്ത്രിമാരോടാണ്, മുമ്പേ പുസ്തകം എഴുതുന്ന കക്ഷികളോട് ഒരഹങ്കാരം. വേറൊരു കൂട്ടർ നമ്മളറിയുന്നത് പോലെ പരീശന്മാരാണ്. ഇനി മറ്റൊരു കൂട്ടർ അധികാരവർഗമാണ്. ഹെരോദാവിനോട് പറഞ്ഞ കുറുക്കൻ. എന്തൊരു കട്ടിപ്രയോഗ! ഒറ്റ പാവപ്പെട്ടവനെ യേശു ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മത്തായിയോടും നമ്മുടെ സക്കായിയോടും ഒക്കെ എന്തൊരു സ്മൂത്തായിട്ടാണ് പറഞ്ഞത്. ഇനി മഗ്ദലന മറിയത്തോടാണ് കുറേ കൂടി അടുപ്പം. വേണ്ട, നമ്മുടെ ശമരിയ പെൺകുട്ടിയില്ലേ, അവളോട് പോലും എത്ര സ്നേഹത്തോടെ ആദരവോടെയാണ് ഇടപെടുന്നത്. എന്തിനാണത് പറയാം? എന്തിനാ അവരെക്കുറിച്ച് മാത്രം പറയുക? യേശു എന്നോട് ഇടപെട്ടതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളോടെങ്ങനെയാണോ? നിങ്ങളോട് ഇങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പേരാ കൃപ. കൃപയില്ലെങ്കിൽ സജി പാസ്റ്റർ ഉണ്ടാവില്ല, കൊടിത്തോട്ടം പാസ്റ്റർ ഉണ്ടാവില്ല, യാർദത്ത് മണി സാർ ഉണ്ടാവില്ല, നമ്മളാരും ഉണ്ടാവില്ല.
നിങ്ങളിൽ എന്നിൽ ഒരു സക്കായി ഉണ്ട്, ഒരു മത്തായി ഉണ്ട്. ആരും ഉൾക്കൊള്ളാത്ത 100 കുഴപ്പങ്ങളുടെ സങ്കലനമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ. സന്തോഷമില്ല നിങ്ങൾക്ക്? ആ സത്യം അങ്ങ് അംഗീകരിച്ചിട്ട് എവിടേക്കോ ഒരു മത്തായിയുടെ ലാഭക്കൊതി, എവിടേക്കോ ഒരു സക്കായിയുടെ ചതി, ഇതല്ലെങ്കിൽ എവിടേക്കോ ഒരു മഗ്ദലീനയുടെ അപാകത, എവിടേക്കോ ശമര്യാസ്ത്രീയുടെ കുറവ്, ഇതിൻ്റെ സങ്കലനമാണ് ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളും. ഇത്തരം മനുഷ്യരെ വീട്ടിൽ വേണ്ട, ഇത്തരം മനുഷ്യരെ നാട്ടിൽ വേണ്ട. യോഗം കൂടുന്ന ആളുകളിൽ അങ്ങോട്ട് നോക്കിയിരിക്കുക. ആ മോൾ അവിടെ പോയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഒരു സഹായവും അതിനാവശ്യമില്ല, അത് ചെയ്തോളൂ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാട്ടെ, ശ്രദ്ധിച്ചിരുന്നാട്ടെ. കേൾക്കുന്നുണ്ടോ? ആ, ശ്രദ്ധിച്ചിരിക്കണം. ഈ സഹോദരിമാർ ഭയങ്കര അന്യഭാഷയും പാട്ടുമൊക്കെ ആ വചനമൊട്ട് ശ്രദ്ധിക്കില്ല. ഇവിടെ പുരുഷന്മാരൊന്നും വളരെ ഏകാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങണോ? ഞാനീ ഉറങ്ങുന്നു എന്ന് കരുതി ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരാളല്ല. കാരണം ഉറങ്ങുന്നവൻ പറയേണ്ടതല്ലത്. അതുകൊണ്ടാണ് ഉറക്കം മാറാനുള്ള ടിപ്പും അല്ലത്, മയക്ക് ചെക്ക് ചെയ്യാനുള്ള സൂത്രവാക്യവും അല്ലത്. പ്രൈസലോടും ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ മയക്ക് ചെക്ക് ചെയ്യാനുള്ള വേടല്ല. വാക്ക് അളന്നു തൂക്കി കുറിച്ച് പറയേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അശ്രദ്ധയോടെ ഇരിക്കരുത്. ഇവിടേക്ക് ഏകാഗ്രത. അപ്പോൾ മത്തായി ഉണ്ട്, സക്കായി ഉണ്ട്. ഇവരൊക്കെ നമ്മളിലുണ്ടെന്ന് യേശു അവരുടെ കൂടെ ഭക്ഷിക്കുക. സക്കായിക്ക് വാസ്തവത്തിൽ യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഒരാകാംക്ഷ, നമുക്കുള്ളതുപോലെ ഒരാകാംക്ഷ, ഒന്ന് കാണണം. കാണാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതൊരു മരത്തിൻ്റെ മുകളിലെ ഏകാന്തമായ അന്വേഷണമാണ്. ആ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ അയാൾ യേശു വരുമ്പോൾ ഇങ്ങനെ കാണാനിരിക്കവേ ആ മരത്തിൻ്റെ ചുവട്ടിൽ യേശു എന്നിട്ട് പറയുക, താഴെ വാ, ഇങ്ങോട്ട് ഇറങ്ങട്ടെ. താഴെ വന്നു. ഞാൻ വീട്ടിലേക്ക് വരിക, നിൻ്റെ വീട്ടിലായി ഇന്ന് ഭക്ഷണം. എത്ര ആളുകൾ കാത്തിരിക്കുന്നു യേശുവിന് ഭക്ഷണം കൊടുക്കാൻ, പക്ഷെ നിൻ്റെ വീട്ടിലാണ് ഭക്ഷണം. തിരുമേശയ്ക്ക് മുമ്പിൽ സക്കായിയുടെ ഭാര്യ വന്നു. യേശുവിനെ കണ്ടവൾ അമ്പരന്നു. ഞാൻ കൊടുക്കുന്ന ഈ അശുദ്ധ ഭക്ഷണം. സക്കായി ചില്ലറക്കാരനല്ല. അയാൾ നിമിത്തം നിരവധി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണം കണക്കിൽ കവിഞ്ഞ സ്വത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടി നികുതി പിരിച്ചു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ് അയാൾ. യാതൊരു കാരുണ്യവും കൂടാതെ നിരവധി ആളുകളെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അയാളുടെ വീട്ടിലെ ഉപകരണങ്ങളില്ലേ, അതിലൊക്കെ ശാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒരളവുണ്ട്. അയാൾ കൊണ്ടു നടക്കുന്ന കുതിരയില്ലേ, ആ കുതിരവണ്ടിയില്ലേ, അതിൽ അനവധി മനുഷ്യരുടെ കണ്ണീരുണ്ട്. കണ്ണീരിൻ്റെ വേദനയുടെ പൊളിപ്പുള്ള ആ വീട്ടിലെ ആഹാരത്തിലുമുണ്ട് ഇത്തരം ശാപത്തിൻ്റെ ചില സാന്നിധ്യം. ഞാൻ എന്തിനാ പറഞ്ഞത്? നിങ്ങളൊരു സക്കായി ഉണ്ടെന്ന്, നിങ്ങളിൽ ഒരു മത്തായി ഉണ്ടെന്ന്. അനധികൃതമായ പാപഭംഗിലമായ ഇത്തരം ചിന്തയുടെ ഒരു പ്രേരണയാണ് മനുഷ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നിമിത്തം സംഭവിച്ചു പോയ അനർത്ഥങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ? നോക്കണേ. തൊട്ട് മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തോട് മത്സരിക്കാൻ അതിവേഗം നിങ്ങൾ വെട്ടിച്ച് കയറ്റി കുഴപ്പമില്ലാതെ ഇങ്ങ് വന്നു. പിന്നാലെ വന്നവൻ വാഹനമിടിച്ച് മരിച്ചു. നമുക്കൊന്നും പറ്റിയില്ല. നമ്മളാണ് ഉത്തരവാദി എന്ന് പോലും അറിയാതെ വീട്ടിൽ പോന്നു. നമ്മൾ നിമിത്തം ഒരു കുടുംബം അനാഥമായിട്ടുണ്ട്. നമ്മൾ നിമിത്തം ഒരു മേഖല മുഴുവൻ വല്ലാത്ത ദുഃഖത്തിലാണ്ടിട്ടുണ്ട്. നമുക്ക് മുന്നമേ പോകുന്ന വണ്ടിക്കാരനുണ്ടല്ലോ, അയാൾ നമ്മുടെ ഭക്ഷണം വഹിച്ചു കൊണ്ട് പോകുന്ന ആളാ. അയാൾ നമുക്ക് പച്ചക്കറിയുമായി പോകുന്ന ആളാ. അസ്വസ്ഥത നിറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ഇടപെട്ട രീതികൾ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിസരത്തേക്ക് ശ്രദ്ധിക്കുക. ഈ അഹങ്കാരം കാണിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകളെ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വേഗത്തിൽ വരിക, ഒരുത്തന് മുമ്പിൽ നിന്ന് മാറുന്നില്ല. ഇത്തരം ടീംസ് ഉണ്ട്. അതല്ല, സാന്ദർഭികമായിട്ട് വഴിമാറി കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരെ പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു രോഗിക്ക് മുമ്പിൽ വഴിമാറി കൊടുക്കാതെ വന്നപ്പോൾ ബ്ലഡ് കൊടുക്കേണ്ട ആളായിരിക്കും പോകുന്നത്. നിങ്ങൾ കാട്ടിയ ആ ഈഗോയില്ലേ, അത് നിമിത്തം രോഗി രക്തം കിട്ടാതെ മരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓപ്പറേഷൻ ലേറ്റായിട്ടുണ്ട്.
അതുമല്ലെങ്കിൽ അത്യാസന നിലയിൽ രോഗിക്ക് വഴിമാറി കൊടുക്കാത്തത് കൊണ്ടേ ദുരിതങ്ങളും അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ടേ. വേണ്ട, അതും വിട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി എത്ര മനുഷ്യരെ കൊന്നു? അല്ലെങ്കിൽ ആ ചിന്ത മനസ്സിലേക്ക് വന്നു. മറ്റൊരുവൻ്റെ വഴി എത്ര തവണ തടഞ്ഞു? എൻ്റെ ദൈവത്തിനേറെ ഇഷ്ടം അന്യമതത്തിൽപ്പെട്ടവൻ്റെ ചോരയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. ഇതാണ് പാപം, ഇതാണ് മ്ലേച്ഛത. അത് അന്തർലീനമായി കിടക്കുന്ന ഒരു വീട്ടിൽ യേശു വരുമ്പോൾ വീട്ടുകാരൻ്റെ കുറ്റബോധം, അയാൾക്ക് വേദന. മുമ്പൊരിക്കലൊരു വീട്ടുകാരൻ പറഞ്ഞില്ലേ, നീ എൻ്റെ വീട്ടിൽ വരാ, എനിക്ക് യോഗ്യതയില്ല ക്രിസ്തോ. ഇതേ വിധത്തിൽ സക്കായി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്കറിയാം, ഇന്നും വാങ്ങി ശേഖരിച്ചു വച്ചിരിക്കുന്ന ധാന്യമണികളെ അത് നികുതിപ്പണം വെട്ടിച്ചുണ്ടാക്കിയതാ. അനവധി വീടുകളിൽ കുഞ്ഞുങ്ങൾ വയർ നിറച്ചുണ്ണാനില്ലാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഓഹരി വെട്ടിപ്പിടിച്ച സമൃദ്ധി കൊണ്ട് ഈ ഭവനം മുഴുവൻ നിറച്ചിരിക്കുന്നത്. അതിൽ യേശുവിന് കൊടുക്കുമ്പോൾ അവർക്കൊരു ദുഃഖം, ഒരു പിടി മാറ്റിവെക്കുമ്പോൾ ഒരു ദുഃഖം. പക്ഷേ യേശു ഇത് എടുക്കുമ്പോൾ അവർക്കറിയാം, അയ്യോ, ഇതൊരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാ. ഞങ്ങൾ അശുദ്ധർ, അവൻ വിശുദ്ധൻ, അവൻ സത്യസന്ധൻ, അവൻ ശ്രേഷ്ഠൻ. ഞാനീ കൊടുക്കുന്നതൊക്കെ അവൻ കൈപ്പറ്റുമോ? അവൻ അന്തസ്സോടെ കൈപ്പറ്റി അപ്പം തിന്നുമ്പോൾ സക്കായുടെ ഉള്ളിലൂടെ ഒരു നീറ്റൽ, ഒരു വേദന. നാട്ടിൽ പലരും എൻ്റെ സൽക്കാരം കൈക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ ഇതാ സർവശക്തൻ്റെ പുത്രൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന്, അയോഗ്യമായ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി ചുരുങ്ങുന്നു, എനിക്ക് വേണ്ടി താഴേക്കിറങ്ങി വരുന്നു, എനിക്ക് വേണ്ടി സ്വയം ചുരുങ്ങുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നാഥാ, അങ്ങൻ്റെ അരികിൽ വരുമ്പോൾ ഒരു നന്മയും എനിക്ക് തരാനില്ലല്ലോ. പാപം നിറഞ്ഞ അപ്പം, ചതിവ് നിറഞ്ഞ ചിന്തകൾ, ഇരുട്ട് നിറഞ്ഞ കവാടം, ഐശ്വര്യം നഷ്ടപ്പെട്ട വീട്. സക്കായി ഒന്നുറപ്പിച്ചു, ഇതെൻ്റെ അവസാന ഇടപെടലാകും, ഇതെൻ്റെ അവസാന അവസരമാകും. ഇന്ന് ഞാൻ തിരുത്തും. നീ എൻ്റെ കുറ്റം കണ്ടെന്നെ വിധിക്കാതെ എന്നോട് ചേർന്ന് പലരും നിരാകരിച്ച കൂട്ടായ്മയുടെ ഭാഗമായപ്പോൾ അറിയാത്തൊരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ വന്നു. ചതിവായി വാങ്ങിയതൊക്കെ 5 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഈ പ്രവൃത്തിയാ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തത്. മാനസാന്തരം. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നും ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാപിയെയും തള്ളിക്കളയല്ലെന്നേ, കുറവുള്ളവനെ നിരാകരിക്കുകയല്ലെന്നേ. ആ കുറവോടെ കുറ്റത്തോടെ ഇതിനകത്തേക്ക് വരുമ്പോൾ അവനൊരു തീരുമാനമെടുക്കും. ചതിവായി വാങ്ങിയതേ 5 ഇരട്ടി തിരിച്ചു കൊടുക്കും. ഇനിമേൽ നിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങും വിധം ഞാൻ ജീവിക്കുമെന്ന സമർപ്പണത്തിൻ്റെ പേരാ കൃത്യ ജീവിതം. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഉപദേശമൊന്നും വേറെ പറയണ്ട. കാരണം എന്താ? അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. യേശു ഇനി ഒന്നും പറയണ്ട. യേശു കൂടെ നിൽക്കുമ്പോൾ അവർക്ക് താൻ ഇന്നലെ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള അറപ്പ് വന്നിട്ടേ, വേദന വന്നിട്ടേ തിരുത്തി 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 കൂടെ നടക്കുക. അതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സുഖം. മദ്യപിച്ച് മതോന്മത്തനായി സ്വയം തകർന്നവനില്ലേ, അവനെ നോക്കി പരിഹസിക്കുന്ന മാർഗമല്ലിതേ. അവനെ കണ്ടാൽ ആർക്കും താല്പര്യമില്ല. അവൻ വീട് മുഴുവൻ നശിപ്പിച്ചവന്, അവൻ നിമിത്തം കുട്ടി അനാഥമായി, കുടുംബം അനാഥമായി, ഉള്ളതൊക്കെ വിറ്റുപറക്കി കളഞ്ഞു. കണ്ടവരൊക്കെ പരിഹസിക്കുക. ആളുകൾക്കൊക്കെ അവനൊരു കോമാളിയാണവൻ. പക്ഷെ നിനക്ക് വില കൽപ്പിക്കുന്നവനാ യേശു, നിന്നെ സ്നേഹിക്കുന്നവനാ യേശു. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു കരാറുണ്ട്, ഒരു രഹസ്യ കരാർ അവനോട്. ഇനിമേൽ ഞാൻ പഴയ ജീവിതത്തിലേക്കില്ല, ഒരു പുതു മനുഷ്യൻ ഇവിടെ പിറവി കൊള്ളും. ആ പ്രക്രിയയുടെ പേരാ വീണ്ടും ജനനം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച ഇനി അവൻ്റെ വളർച്ച. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ദയാസനെ, ഞാൻ കുടിച്ചു കോണം തെറ്റി ബോധം തെറ്റി നടന്ന ഒരാളാണ്, ഞാൻ വിടുവിക്കപ്പെട്ടു, എനിക്ക് വലിയ സന്തോഷമായി. അടുത്ത വാക്ക് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖമായി. ഇനിയും ഞാൻ ആ പഴയ കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാനും പഴയ ബാറിൻ്റെ മുമ്പിലൂടെയൊക്കെ വരുമ്പോൾ അറിയാതെ അങ്ങനെ പ്രേരണ വരാതിരിക്കാനും
പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ എനിക്കതിന് നേരമൊന്നുമില്ല, നിന്നെ നോക്കിയിരിക്കാൻ. മനസ്സിലായോ? ഇവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അവൻ അന്നേരം തോന്നിയ ഒരു ആവേശത്തിൽ കുടിയൊക്കെ നിർത്തി. പക്ഷെ ക്രിസ്തു ഉരുവായില്ല അവനിൽ. ക്രിസ്തു ഉരുവായവൻ എന്ത് ചെയ്യുന്നറിയോ? ആ പഴയ വഴി കൂടെ തന്നെ പോവും, ആ ബാറിൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോവും. പണ്ടത്തെ കൂട്ടുകാരനെ കണ്ടു പറയും, എടാ അതൊക്കെ വിട്ടു, ഇനിയും ബാറും എനിക്ക് ഫ്രീ ആയിട്ട് തന്നാലും ഇതിനകത്തേക്ക് കടക്കാനാവാത്ത വിധം ഞാൻ ശരീരത്തിൽ സ്വീകരിച്ചെടുത്തിരിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, യേശുവിൻ്റെ രക്തം മുഖാന്തിരം ഒരു പ്രതിരോധം. ആ ജയമുള്ളവൻ്റെ ആ ക്രിസ്ത്യ ജീവിതം, തോൽവിയിൽ നിന്ന് ജയം പ്രാപിച്ചു വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തോറ്റു തുന്നം പാടി ഒരാളെങ്കിലും ഇന്നത് കേൾക്കുന്നെങ്കിൽ ദാ ഇന്ന് നിർത്തി ഒരു പുതുജീവിതം. അതിനാ സ്നാപകൻ ജീവിച്ച പോലെ ജീവിക്കാതെ നമ്മുടെ കൂടെ ഇറങ്ങി നമ്മുടെ ബലഹീനതകളെ കണ്ട്, നമ്മുടെ പാപത്തെ കണ്ട്, കുറവുകൾ കണ്ട് നാം പൊടിയെന്നോർക്കുന്ന നമ്മുടെ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ എടുത്ത് അവിടുന്ന് മാറ്റിയ പ്രക്രിയ, അതാണ് രക്ഷ. ബോധ്യം വന്നോ? നമ്മുടെ അവസ്ഥ അറിഞ്ഞിടപെട്ടതാണെന്ന്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഏത് കൊടുമ്പാവിയുടെ കൂടെ കൂട്ടുകൂടിയാലും യഥാർത്ഥ ഭക്തന് യാതൊരു ക്ഷീണവും വരില്ലെന്ന്. ശരിയാണോ? രണ്ട് കാര്യമാണ്. നമുക്കേത് പാവിയോടും കൂടാം, ഫ്രണ്ട്ഷിപ്പ് എന്നതിൻ്റെ പേര്. പക്ഷെ ഫെലോഷിപ്പ് എല്ലാവരോടും പറ്റില്ല. പറ്റുമോ? ഫെലോഷിപ്പ് പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് വേറെ, ഫെലോഷിപ്പ് വേറെ. ഇനി ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും പാടില്ലാത്തവരുണ്ട്. അതാരാ? അപ്പോസ്റ്റസ്യ, വിശ്വാസത്യാഗിയോട് ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഫെലോഷിപ്പും ഇല്ല, വിഷ് ചെയ്ത് പോകാൻ പോലും കഴിയില്ല, മാറിപ്പോക്കണം നമ്മൾ. മനസ്സിലായല്ലോ? കുഞ്ഞെ, നിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി MDMA കഴിക്കുന്ന ആളാ, കൂടാതിരിക്കേണ്ട അവനോട്. നിൻ്റെ കൂടെയുള്ള ആൾ കഞ്ചാവ് വലിക്കുന്ന ആളാ, നീ അവനോട് കൂടാതിരിക്കരുത്. മാത്രമല്ല അവനോട് സഹതാപം കാണിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം, ആ കൂട്ടുകുടുംബർക്ക് ഓർക്കണം, അവൻ്റെ പാപത്തിന് ഓഹരിക്കാരനാകല്ലേ, മാറി നിൽക്കുക. മാത്രമല്ല പശ്ചാത്താപവിവശരാക്കുകയും നിൻ്റെ ഉള്ളിലെ ആത്മനിറവിനെ അങ്ങോട്ട് സങ്കലനം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടുകയും ചെയ്യരുത്. ഇതൊക്കെ തന്നോ? അപ്പോൾ യേശുവിനെ ഇങ്ങനെ കാട്ടി എൻ്റെ പിന്നാലെ വരുന്നവള്. യേശു വന്നു. യേശുവിൻ്റെ ഈ രീതി പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരൊരു കപടഭക്തിയുടെ ആചാരങ്ങളുടെ ലോകത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഒരു പ്രകടനമാണ്, നാലാളുകളുടെ മുമ്പിൽ കാട്ടുന്ന പ്രകസനമാണ്. പക്ഷേ കർത്താവിൻ്റെ ഭക്തി അങ്ങനല്ല. അത് ലോകം വിട്ടുള്ള ഒളിച്ചോട്ടമല്ല, നിങ്ങളോട് ഇഴുകിച്ചേരുന്നതാ, നമ്മളുമായി സഹവർത്തിത്വം പുലർത്തുന്നതാ. അതാ ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത്. അത് കേവലമായ ഭാഗ്യപ്രകടനങ്ങൾ, കുളിക്കുമ്പോൾ അല്ലെങ്കിൽ സുന്ദരമായ വസ്ത്രം ധരിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു ചിന്തയല്ലെന്നേ. ആന്തരികമായ തേജസ്കരണത്തിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ്. അത് ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തം നമുക്ക് ഔഷധദായകമായ ഒരനുഭവം പോലെ ആയിത്തീരണം. ആന്തരികമായ ആ ശുദ്ധീകരണത്തിലൂടെയാ ഒരുവന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആത്യന്തിക സത്തയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ നമ്മോടൊപ്പം ചേർന്ന് ഈ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ചിലർ പറയുന്നത് ഇത് മതപരിവർത്തനമാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം നീട്ടിയില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യം അത് ചേർത്ത് പറഞ്ഞു. അറിയണ്ടേ, കുമ്പനാട് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു. AGയുടെ കൺവെൻഷനും 100 വയസ്സ് കഴിഞ്ഞു. ചർച്ചക്കൂടിനും 100 വയസ്സ്. ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലത്ത് ആരംഭിക്കുക. നമ്മുടെ രാജ്യത്ത് പെന്തക്കോസ്ത് സഭകളുടെ കൺവെൻഷന് 100 വർഷത്തെ പഴക്കമുണ്ട്, ഏറ്റവും കുറഞ്ഞ. അത്ര ഉള്ളൊന്നും കുട്ടിക്കും, അത് മതി, 1 നൂറ്റാണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, 1 നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ പൂർവികർ കൂടുന്ന കൺവെൻഷൻ വളരെ പരിതാപകരമായിരുന്നു.
പെട്രോൾ വാങ്ങിച്ചത് പോലും ഇല്ല. മണ്ണെണ്ണ വിളക്കൊക്കെ കൊണ്ടുവന്ന് പായിട്ടോ തുണി വിരിച്ചൊക്കെ ഇരിക്കണം, ഓലക്കീറിലിരുന്ന് കേൾക്കണം, മൈലുകൾ നടന്നു വരണം. ആ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ സ്ഥലത്തേക്ക് ആളുകൾ എത്തുമ്പോൾ ചൂട്ടുകെട്ട് കെട്ടി വരണം. 7 ദിവസമൊക്കെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ പരമ്പര പോലെ ദിവാസന്മാർ പ്രസംഗിക്കുക. മൈക്കൊരു അപൂർവ വസ്തുവാണ്. അന്നത്തെ നോട്ടീസുകൾ ചിലതൊക്കെ ഫേസ്ബുക്കിൽ കറങ്ങുന്നുണ്ട്. നോട്ടീസുകളുടെ താഴെ എഴുതും മൈക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇത് കാണാനും കേൾക്കാനും ഒക്കെ ആൾ വരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് യോഗത്തിന് ഇത്രയും ആളൊന്നും കൂടൂല, വളരെ ചുരുക്കമാണ്. ജനറൽ കൺവെൻഷൻ വെച്ചാൽ തന്നെ എല്ലായിടത്തുനിന്നും ഓടിക്കെത്തിയാൽ 1000-1500 പേരൊക്കെ ഉള്ളൂ മാക്സിമം. ഞായറാഴ്ചയൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ എങ്ങനെ അവർ ചെല്ലുന്നറിയണ്ടേ? യോഗസ്ഥലത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അരിയൊക്കെ എടുത്ത് ഭക്ഷണത്തിന് വേണ്ട സംഗതി കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്ത് അവിടെ ചെല്ലുക. എവിടെങ്കിലും ഇട്ട് ഇതൊക്കെ തിളപ്പിച്ച് ഭക്ഷിക്കുക, പാകപ്പെടുത്തി ഭക്ഷിക്കുക, ഒരുമിച്ച് കഴിയുക. ഇങ്ങനൊരു കാലം നമ്മളെ കണ്ടിട്ട് ലോകം ചിന്തിച്ചു, ഇതൊന്നും അധിക നാൾ നിൽക്കില്ല, ഒരുതരം ആവേശമാണെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചവരുടെ നടുവിൽ ഒരു നൂറ്റാണ്ട് അന്തസ്സിനും ആഭിജാത്യത്തിനും ഉടവ് തട്ടാത്ത അഭിമാനകരമായ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേ പുനലൂർ ഇടപോരാന്ന് വന്നു. ആളുകൾക്ക് കൂടാനേ സൗകര്യം പോരാന്ന് വന്നു. 1-2 പേരെയല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ഈ മഹാരാജ്യത്ത് യേശുവിൻ്റെ അനുഗാമികളായി വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തിമത്തായ ചില കാര്യങ്ങളുണ്ടേ, ഒരു വസ്തുതയുണ്ടേ. ഞാനത് 1-2 കാരണങ്ങളെന്ന് പറയാം. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് കോഡിന് ഒരു കാലഘട്ടത്തിൽ നെടുനായകത്വം വഹിച്ച അനുകൃതനായ കർത്തദാസൻ്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നാണ്. ബഹുമാനപ്പെട്ട യാഗദത്ത് മണി അവരോട് ചോദിക്കുക, പാസ്റ്റർ കർത്തദാസനോട് ചോദിക്കുക. അദ്ദേഹം ഒരു ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച വളരെ ഹമ്പിളായ ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അത് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനമായ അസംബ്ലീസ് കോഡിൻ്റെ സൗത്ത് ഇന്ത്യൻ ഘടകത്തിന് പോകാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല, ഒരു പ്രയാസവും വന്നില്ല. ഇതേ സമയത്ത് അറിയണ്ടേ, അങ്ങകളെ തമിഴ്നാട്ടിൽ നിന്ന് ഈ തെങ്കാശി വഴിയൊക്കെ ആയിട്ട് ഇവിടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുമൊക്കെ കടന്ന് പുനലൂർ വന്ന് ഒരു ദിവാസം താമസിച്ചിരുന്ന ഒരു പ്രമാണിയായിരുന്നു. നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അയ്യാപിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന ഭൂസമ്പത്തുള്ളൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹം അത് വിറ്റിട്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുത്തു. അദ്ദേഹം കൊടുത്ത പണം കൊണ്ടാണ്, അതിൻ്റെ ഒരു ഓഹരി കൊണ്ടാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് കുമ്പനാട് ഗ്രൗണ്ട് വാങ്ങിയത്. ആളിൻ്റെ പേര് അയ്യാപിള്ള എന്നായിരുന്നു. അയ്യാപിള്ളയുടെ മുഴുവൻ പേര് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ജോൺ അയ്യാപിള്ള എന്നായി. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ മകനായ കർത്തദാസനെ അറിയും. നമ്മൾ ഡോക്ടർ PJ തോമസ് എന്ന് വിളിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം അക്കാലഘട്ടത്തിലെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഡോക്ടറേറ്റ് എടുത്ത ആളായിരുന്നു. നോക്കണം, അങ്ങനെ ഒരാൾ അവിടെ നിന്ന് രൂപപ്പെട്ടു വരുമ്പോഴേ എത്ര ആളുകൾ നോക്കണം. ഇത്തരത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ യേശുവിനെ സ്വീകരിച്ച് പെന്തക്കോസ്ത് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഓരോ മണ്ഡലത്തിൽ വരുമ്പോൾ എണ്ണി പറയാൻ 100 അനുഭവങ്ങളും കാര്യങ്ങളുമുണ്ട്. സുദീർഘ വർഷങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നയിച്ച ജോൺ സുന്ദർ റാവു എന്നൊരു കർത്തദാസനുണ്ടായിരുന്നു. ആന്ധ്ര സ്വദേശിയായ ഒരു ദലിതനായിരുന്നു ജോൺ സുന്ദർ റാവു IPCയുടെ നെറുനിരയിൽ. ഇനി എനിക്ക് വലിയൊരു അനുഭവവും സന്തോഷവും പറയാനുള്ളത്, ഈ നാട്ടിൽ നിന്ന്, ഈ തിരുവനന്തപുരത്തിൽ നിന്ന് നാടാർ വിഭാഗത്തിൽപ്പെട്ട യേശു അടിയാർ എന്നറിയപ്പെടുന്ന ഒരു ദൈവത്തിന് അങ്ങകല ഹൈറേഞ്ചിൽ വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞിട്ട് അവിടെ സുവിശേഷത്തിൻ്റെ മാറ്റമില്ലാത്ത വിത്തുവാകിയത്. എല്ലാ തരത്തിലും എല്ലാ നിലയിലുമുള്ള മനുഷ്യർ കയറുന്ന എല്ലാ തരത്തിലെയും മത്സ്യങ്ങളെ പിടിക്കുന്ന കീറിപ്പോകാത്ത സുദൃഢമായൊരു വല കൊണ്ട് 100 കൊല്ലങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിൽ അധ്വാനിച്ചതെങ്കിൽ മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട്. 100 കൊല്ലം ഞങ്ങൾ ഈ രാജ്യത്ത് കൺവെൻഷൻ നടത്തി, യോഗം നടത്തി. ഒറ്റ ചോദ്യം ഭരണകൂടത്തോട് ചോദിക്കുക, 100 കൊല്ലത്തെ ഞങ്ങളുടെ യോഗസ്ഥലത്ത് നിന്ന് ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? 100 കൊല്ലത്തെ ചരിത്രത്തിൽ ചിന്തിക്കടക്കാരനോട് ഏറ്റുമുട്ടിയത്, പടക്കം പൊട്ടിച്ചപ്പോൾ ആളുകൾ ഓടിയത്, ആന വിരണ്ടപ്പോൾ തമ്മിൽ ഏറ്റുമുട്ടിയത്, അതല്ല സാമൂഹ്യ വിരുദ്ധർ തമ്മിലടിച്ചത്, സ്ത്രീപീഡനം നടന്നതിൻ്റെ അങ്ങനെ നിരവധി കേസുകളും വ്യവഹാരങ്ങളും കൊണ്ട് മതമണ്ഡലം മലീമസമായപ്പോൾ ഇതൊന്നും കൂടാതെ അന്തസ്സോടെ അഭിജാത്യത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉള്ളത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്
നിവരെ നിൽക്കാൻ, നട്ടല് വളക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ക്രിസ്തുയേശുവിന്റെ സുവിശേഷം ഈ നാടിനോട് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആർജവം ആരുടെയും സൗജന്യമായിരിക്കുന്നില്ല. അത് ക്രിസ്തു നിമിത്തം ഞങ്ങൾക്ക് നൽകിയ അവകാശമാണെങ്കിൽ, അധികാരമാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞ സുവിശേഷത്തിന്റെ ചൈതന്യം ആവർത്തിച്ചുറപ്പിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമം. അപ്പോഴാണൊരു ചങ്ങാതി പറഞ്ഞത്, നമ്മൾ പണം കൊടുത്താണ് ആളുകളെ, ഞാനതൊക്കെ വീഡിയോ സവിസ്തരം ചെയ്തിട്ടുണ്ടെന്ന്, അത് നേരമില്ല. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെത്രയെന്നറിയാമോ? ഇന്നലെ തൃശ്ശൂരായിരുന്നു. അവിടെ നിന്ന് ഓടി വരും വഴിക്കൊരു ക്യാമ്പിൽ സംബന്ധിച്ചു. അവിടെ നിന്ന് ഇവിടെ എത്തി. ഇനി തിരിച്ച് തൃശ്ശൂരിന് പോകണം, നാളെ പകലും നാളെ വൈകിട്ടും. ഇതൊക്കെയാണ് സ്ഥിതി. ഇതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. സവിസ്തരം ഇതൊക്കെ പറയേണ്ടതാണ്. ഒരു കാര്യം കൂടെ പറയാം. രക്ഷാനുഭവം പ്രാപിച്ച് സ്നാനമേറ്റി ഒരാൾ വിശ്വാസത്തിൽ വരുന്നതിന് 5 പൈസ പോലും അവന് നമ്മൾ കൊടുക്കാറില്ലെന്ന് തന്നെയല്ല, ഒരല്പം പണം ഇങ്ങോട്ട് വാങ്ങാറുണ്ട്. അത് യാഗത്തിൻ മണി പാസ്റ്റർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ജോൺലി പാസ്റ്ററോ സജി പാസ്റ്ററോ പറയില്ല. ഞാനൊരു പാവം മനുഷ്യനായിട്ട് പറയുക, ഈ മുങ്ങിപ്പൊങ്ങിയവൻ ഒരല്പം വണ്ടിക്കൂലി ഞങ്ങൾക്ക് തരാറുണ്ട്, വീട്ടിൽ പൊക്കോട്ടെന്ന് ഓർത്തു. പറയാതിരിക്കുക, അതൊക്കെ മനസ്സിലായില്ലേ? പണം കൊടുത്തൊരുതിനെയും ഇങ്ങോട്ട് മറിക്കേണ്ട ഗതികേട് ഈ പുസ്തകം ചുമക്കാൻ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. തന്നെയല്ല, ഇത് ചില വിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. ചില വിട്ട് നമ്മൾ വഴിയോരത്തിറങ്ങി നിന്ന് പിരിക്കല്ല, വണ്ടി പിരിക്കല്ല, വണ്ടിക്കാരനെ തടഞ്ഞിട്ടേ കൺവെൻഷനുണ്ട് താ പിരിക്കല്ല, തരാത്തവൻ്റെ പുറകെ നടന്ന് വണ്ടി തടയല്ല. എങ്ങനെയായി നടക്കുന്നത് പറയട്ടെ? പാവപ്പെട്ടവൻ കല്ലിനോടും മണ്ണിനോടും പടപൊരുതി കിട്ടിയ പണത്തിൻ്റെ രോഗരി. ഹല്ലേലൂയ. വ്യാപാരം ചെയ്തും കഷ്ടപ്പെട്ടും മക്കളെ പഠിപ്പിച്ച് വിദേശത്തൊക്കെ അയച്ച കുഞ്ഞുങ്ങളെ വിളിച്ചു പറയും, ഇവിടെ യോഗം നടക്കട്ടോ. വിദേശത്തും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമൊക്കെ പണിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ, ഇവിടെ തന്നെ ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയ ഞങ്ങളുടെ തലമുറയെ, അവരൊക്കെ തരുന്ന നന്മ കൊണ്ട് മാത്രമാ ഇത് മുമ്പോട്ട് ഓടുന്നത്. അത് തന്നെ അധികമാണ്. പ്രൈസലോ, അത് തന്നെ ധാരാളമാ. ഹല്ലേലൂയ. ഈ ഹാളുകളൊക്കെ കെട്ടിപ്പൊക്കുന്ന വഴി ഏതാണെന്നേ? സകല വഴികളും അടയ്ക്കുമ്പോഴും ആരും അറിയാത്ത വഴികളിലൂടെയാ തമ്പുരാൻ നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരനുഭവം കൂടി നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ത്യാഗമനുഭവിച്ച് വില കൊടുത്ത് വന്നവരാ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം മനുഷ്യര്. വില കൊടുത്ത് ജീവിതം കൊണ്ട് വില കൊടുത്ത് കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് പലതരം പള്ളുകെട്ട് പരിഹാസം കേട്ട് യേശുവിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കാൻ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച അനുഭവമുള്ള ദൈവമക്കളെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവടിയാർ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സുവിശേഷകൻ വർഷങ്ങൾക്കപ്പുറത്ത് അങ്ങ് ഇടുങ്ങിയിലെത്തി. മാടത്തി എന്നറിയപ്പെടുന്നൊരു ദലിത് സ്ത്രീ, അവരുടെ കുടുംബം യേശുവിനെ സ്വീകരിച്ചു. അടിമത്തം കൊടുകൊണ്ടി വാഴുന്ന കാലം. പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ആ പണിക്കിടയിലും താനും ഭർത്താവും മക്കളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോകും. മരത്തണലിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. വയലിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഇവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത് ഒരു പിടി നെല്ല. ആ നെല്ല് വറുത്ത് കുത്തി കഞ്ഞി വെച്ച് അതിലേക്ക് മുറ്റത്ത് വളരുന്ന ഈ കാന്താരി എന്നൊക്കെ പറയുന്ന തരത്തിൽ ചെടിയുണ്ടല്ലോ, മുളക്, അത് ഉപ്പ് ചേർത്ത് ഞെരടി ഉപദേശിക്കും കൊടുക്കും, അവരും കഴിക്കും. ഒരു ദിവസം യജമാനൻ നോക്കുമ്പോൾ ഇവർ പണിക്ക് വരുന്നില്ല. 1-2 ദിവസമായിട്ട് ആളയച്ചു. ഇവിടെ ആരോ പറഞ്ഞു, തമ്പുരാനെ, അവർ വലിയ പാട്ടും കൊട്ടും കുരവയൊക്കെ, അതിൻ്റെ ഇടയ്ക്ക് ജോലിയൊക്കെ ചെയ്യാൻ മറന്നു. വിളിച്ചുകൊണ്ട് വന്നു. അവളെ വിളിച്ചു, നീ കൊട്ടും പാട്ടും കുരവയൊക്കെ ആണെന്ന് കേട്ടു, ഇവിടെ ജോലിയുള്ളവരും അറിയില്ലേ? അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ യോഗത്തിനും പാട്ടിനും പോയതുകൊണ്ടല്ല യജമാനനെ. അവൾ പൂർണ്ണ ഗർഭവതിയാണ്, ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുക. ഈ കാര്യമൊക്കെ പറഞ്ഞു. യജമാനൻ പറയാ, അപ്പം നിനക്ക് പള്ളിയിൽ പോകാനിതൊരു തടസ്സമല്ലല്ലേ?
കൊട്ടാനും പാടാനും ഒരു തടസ്സമല്ല. മൈലുകൾ താണ്ടി മല കയറി പാട്ട് പാടാൻ പോകുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന എനിക്കതൊരു തടസ്സമല്ലല്ലേ. ജോലിക്ക് വരാനാ തടസ്സമല്ലേ. വിളിച്ചു, വയലിലിറക്കി, അവിടെ തോളിലേക്ക് മുഖം വെച്ചു കൊടുത്തു. അപ്പുറത്തൊരു പോത്താണ്. ഭർത്താവ് ആങ്ങളെയും നോക്കി നിൽക്കേ ഒരുത്തനെ കൊണ്ട് ആ പോത്തിനെ തല്ലിച്ചു. മുമ്പോട്ട് നീങ്ങാനുള്ള പ്രചോദനം കിട്ടിയ പോത്ത് ഓടിത്തുടങ്ങി. അപ്പുറത്ത് പൂർണ്ണ ഗർഭവതിയായൊരു സ്ത്രീയാന്നോർക്കണം. അതിനൊപ്പം ഓടാൻ മുട്ടോളം വെള്ളത്തിൽ ഓടി നീങ്ങാൻ കഴിയാതെ അവൾ വേച്ചും വിറച്ചും പണിയെടുത്തു തുടങ്ങുമ്പോൾ ഇത് കണ്ട് ആങ്ങളയും ഭർത്താവും അപ്പുറത്ത് നിൽക്കുക. മിണ്ടാൻ അവകാശമില്ല. കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പരപ്പിക്കുന്ന, ആരെയും ഹൃദയം അലിയിക്കുന്നൊരു കാഴ്ചയാണ് സംഭവിക്കുന്നത്. മാടത്തി എന്ന പാവം യുവതി പ്രസവിച്ചു. ആ ചെളിവെള്ളത്തിലേക്ക് ചോരക്കുഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് 1-2 തവണ ചാടി കൈകാലിട്ടടിച്ച് ആ ചെളിക്കുണ്ടിൽ താഴ്ന്നമർന്നു. സ്വന്തം കുഞ്ഞിന് മുലയൂട്ടാൻ പോലും കഴിയാതെ, അതിനെ തിരിഞ്ഞെന്നെടുക്കാൻ കഴിയാതെ മാടത്തിയും ആ ചെളിക്കുണ്ടിൽ താണുപൊങ്ങി. ആ മൃതശരീരം ഒന്ന് പുറത്തെടുത്തടക്കാൻ പോലും കഴിയാതെ ചെളിപുരണ്ട അനുഭവത്തിൽ അവൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇങ്ങനൊക്കെ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാ ഈ പവിത്രമായ വിശ്വാസം. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിവരെ നിൽക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയുടെ ആവിർഭാവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകണം. അതിനുവേണ്ടിയാ ഈ യോഗം, അതിനുവേണ്ടിയാ പ്രാർത്ഥന, അതിനുവേണ്ടിയാ പാട്ട്. മറ്റൊന്നും അതിന് തക്കതായിട്ടില്ല. ഇങ്ങനെ ജനലക്ഷങ്ങൾ ഈ മാർഗത്തിൽ അണിനിരന്നതേ മറ്റൊന്നിൻ്റെയും പിൻബലത്തിലല്ല.